ഏറ്റവും വിഷമമായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്താണ്? ആരോടും പറയാതെ എന്നാലും ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നൊരു സബ്ജക്റ്റ് എന്താ? മലയാളം ഇത്തിരി പ്രശ്നം. മലയാളം ഒരല്പം പ്രശ്നമാണല്ലേ? ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. 10 ഫണ്ണി ചോദ്യങ്ങളുമായിട്ടുള്ള ഞങ്ങളുടെ യാത്ര. ഒരു ഫാമിലി ഞങ്ങളോടൊപ്പം ചേരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ സുഖമായിരിക്കുന്നോ? എന്തോ ഒരു ടെൻഷൻ അടിച്ച പോലെ. സുഖമായിരിക്കുന്നു? സുഖമാണോ? പേരെന്താണ് അമ്മയുടെ? എവിടെ സ്വദേശം? എവിടെയാ? തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്ത് എവിടെ? കേശവദാസ്. പേരെന്താണ്? എന്താ പേര്? ആദിത്ത്. വീട്ടിൽ നിന്ന് എന്തൊക്കെ ആദിക്കുട്ടാന്നാണോ വിളിക്കുക? ആഹാ, പഠിക്കുന്നുണ്ടാ? എത്രയിലെത്തിപ്പോ? ഏത് ക്ലാസ്സിലെത്തി? 4-ലെത്തിയോ? ഓ ശരി, ഓക്കെ ഓക്കെ. പഠിക്കാനൊക്കെ മിടുക്കനാണോ? ആദ്യക്കോട്ടെ. ശരി, നമസ്കാരം സാർ. ഓക്കെ, സാറിൻ്റെ പേര്? ശ്രീപതി. ആ, നല്ല പേരാണല്ലോ, സുന്ദരമായിട്ടുള്ള പേരാണ്. ശരി, കേശവദാസപുരം അല്ലേ? ഓക്കെ, ശരി. എന്താണ് ജോലി? എന്താണ്? ഞാൻ റിട്ടയർഡായി, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഓ, ഓക്കെ. ഇപ്പോൾ റിട്ടയർഡ് ലൈഫ് എങ്ങനെയൊക്കെയാണ് ആസ്വദിക്കുന്നത് താങ്കൾ? ഇതേപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ. ഈ ജോലിപരമായി ബന്ധപ്പെട്ട് യാത്രകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മീൻസ് ഇപ്പോൾ തോന്നുന്നുണ്ടോ ഇപ്പോഴും ഒരു ജോലിയിൽ തന്നെ തൽപരനായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ആദ്യത്തെ 2-3 കൊല്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതൊരു വെറുതെ ഇരിക്കത്തില്ല, എവിടെയെങ്കിലൊക്കെ യാത്രകളൊക്കെ. കൃഷിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഗാർഡനിങ് അങ്ങനെ എന്തെങ്കിലും? ചെറുതായിട്ടൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഈ അസുഖങ്ങളൊക്കെ വരിക. അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. ഉണ്ടായിരുന്നു. എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു നിങ്ങളുടെ ഈ സർവീസുമായി ബന്ധപ്പെട്ട്? ദുബായിലായിരുന്നു. 6 മാസം കൊണ്ട് ഇപ്പൊ ഇവിടെ വീടുണ്ട്. ഇവിടെ നിർത്തി, ഇവിടെ സ്വന്തമായിട്ട് തുടങ്ങി ഒരു ഇതായിട്ട്. അപ്പൊ നമ്മള് കുറച്ച് നാള് ദുബായിലൊക്കെ പോയിരുന്നു. എക്സ്പോ ടൈമിലൊക്കെ എക്സ്പോയിൽ പോയിട്ടുണ്ടായിരുന്നോ? പോയിട്ടുണ്ടായിരുന്നു അല്ലേ? വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. ശരി, ഹായ്, പേരെന്താ? കാർത്തിക്. സുഖമായിരിക്കുന്നോ കാർത്തിക്കുട്ടാ? എത്രയിൽ പഠിക്കണു? 4th പഠിക്കുന്നത്. അതാ നീ കേട്ട് പഠിച്ചതല്ലേ 4th ഈ സ്കൂളിലാണ് പഠിക്കുന്നത് കാർത്തു? സെന്റ് മേരീസിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയാണോ? എക്സാം ഒക്കെ തുടങ്ങിയോ? കഴിയാറായാ? മിഡ് ടേം എക്സാം കഴിഞ്ഞു അല്ലേ? ശരി ശരി ശരി, ഓക്കെ. ഏറ്റവും വിഷമമായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്താണ്? ആരോടും പറയാതെ എന്നാലും ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നൊരു സബ്ജക്റ്റ് എന്താ? മലയാളം ഇത്തിരി പ്രശ്നം. മലയാളം ഒരല്പം പ്രശ്നമാണല്ലേ? ഫുള്ളുണ്ട്, അതാണ് വിഷമം. ശരി, ചേച്ചിയുടെ പേര്? ഓക്കെ. വിദേശത്ത് എത്ര വർഷം ഉണ്ടായിരുന്നു? 6 വർഷം. എവിടെ? ദുബായ് തന്നെയാണോ? ഫുജേറയിലായിരുന്നു. ശരി ശരി. നമ്മൾ അത്യാവശ്യം പ്രോഗ്രാമിനൊക്കെ വരുന്ന സ്ഥലമാണ്, ഒരുപാട് മലയാളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ശരി, ഇപ്പോൾ വിട്ട് വന്നിട്ട് നാട്ടിലേക്ക് വന്നിട്ട് 6 മാസമായി. 1 വർഷമാകാൻ പോകുന്നു. ഓക്കെ. ഒരു ഗൾഫ് ലൈഫാണോ കുറച്ചും കൂടി സുന്ദരം, അല്ലെങ്കിൽ നാട്ടിലുള്ള ഒരു സുന്ദരമായിട്ടുള്ള ലൈഫാണോ? സൗകര്യങ്ങൾ അവിടെ കൂടുതലാണ്, പക്ഷേ നാട് തന്നെയാണ്. നാട്ടിലെ പുളിശ്ശേരിയും അല്ലേ, രസവും ഇതൊക്കെ രസം. ശരി, ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നാട്ടിലെന്താണ് പരിപാടി? ഞാനിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കിലാണ് നടക്കുന്നത് അല്ലേ? ശരി. അപ്പോൾ എപ്പോഴും നമ്മളെന്താ പ്ലസന്റ് ആവണമെങ്കിൽ യാത്രകളാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. അമ്മ ദുബായിൽ എങ്ങനെ പോയിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ? ഓക്കെ. അവിടുത്തെ ഫെസ്റ്റ് ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ കാണാൻ വേണ്ടിയിട്ട് അല്ലേ? വേറെ കാശിയിലൊക്കെ പോയിട്ടുണ്ട്, ഭക്തിപരമായിട്ടും യാത്ര ചെയ്തിട്ടുണ്ട്. കാശി പോയിട്ടുണ്ട്, ഗയയിൽ പോയിട്ടുണ്ട്. ഗയയിൽ നിന്ന് ബലി 7 തലമുറയ്ക്ക് ഇനി ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. മതി, ഫുൾ ഫ്രീ. അതെ അതെ. പാട്ട് പാടുവോ? 2 പാട്ട്. ഇത് ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുക. ഗൾഫിലൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രോഗ്രാം കേട്ടോ. ഞങ്ങൾക്ക് കൂടുതലുള്ളത്, നീ തട്ടിപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല, പാട്ട് പഠിക്കും. നീ പാട്ട് പാടും അല്ലേ? ആദ്യക്കൂട്ടം ഒരു പാട്ട് പാടി. ആദ്യക്കൂട്ടം നല്ല ശരിയാണോ ആള്? ശരി, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഞങ്ങളൊരു 10 ഫണ്ണി ചോദ്യം. ഫണ്ണിയാണ് കേട്ടോ. എനിക്ക് വേണ്ടത് ഒരു ഫണ്ണി രീതിയിലുള്ള ഉത്തരങ്ങളാണ് വേണ്ടത്. എന്ന് വിചാരിച്ച് ഫണ്ണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യത്തിന് 2 അതിൽ കൂടുതൽ ഉത്തരങ്ങളൊക്കെ പൊതുവെ വന്നേക്കാം. ഏതാണ്ട് ആപ്റ്റായിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനത്തിലേക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ആണ്, അതായത് ഞാൻ ചോദിക്കുന്നത് അറിയുന്നവർക്ക് പറയാം. ആരാണ് കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്കാണ് ഞാൻ സമ്മാനം തരിക. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അർജന്റായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താണോ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായി വേണ്ടത് അത് ചിലപ്പോൾ പെട്ടെന്ന് കാണാത്തൊരവസ്ഥ വരും. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കരുതി കൊണ്ടിരിക്കും വീട്ടിലൊക്കെ. ചോദ്യം, ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നത് എന്താണ്? ആവശ്യം ഉള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്ത സമയത്ത് ഇത് സൂക്ഷിച്ചു വെക്കും. എന്താണ് സംഗതി? കുസൃതിയാണ്. അതാണ് പ്രശ്നമല്ലേ? ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇത് വലിച്ചെറിയും. ആവശ്യം അല്ല, വല, മീൻവല. ആവശ്യമുള്ളത് വലിച്ചെറിയും, ആവശ്യമില്ലാത്ത സമയത്ത് സൂക്ഷിച്ചു വെക്കും.
പറഞ്ഞിരിക്കുന്നത് മീൻവല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീൻവല എന്നുള്ളത് റൈറ്റ് ആൻസർ. ശരി, അത് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകണം. രണ്ടാമത്തെ ചോദ്യം 4 അക്ഷരമുള്ള മലയാളത്തിൽ ഒരു വാക്ക്. ഓക്കെ, ആദ്യത്തെ 2 അക്ഷരത്തിൽ നമ്മൾ പോകാറുണ്ട്. ആദ്യത്തെ 3 അക്ഷരം വാങ്ങി 4 അക്ഷരത്തിൽ പൊതിഞ്ഞു കഴിക്കും. ഏതാണ് ആ വാക്ക് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. 4 അക്ഷരമുള്ള മലയാളത്തിലെ ഒരു വാക്ക്. ആദ്യത്തെ 2 അക്ഷരത്തിൽ പോയി ആദ്യത്തെ 3 അക്ഷരം വാങ്ങി 4 അക്ഷരത്തിൽ പൊതിഞ്ഞു കഴിക്കും. എങ്കിൽ ഏതാണ് മലയാളത്തിലെ വാക്ക് എന്നുള്ളതാണ് ചോദ്യം. 4 അക്ഷരമാണ് ഇതിന് വരുന്നത്. കുസൃതിയാണ്. ആദ്യത്തെ 2 അക്ഷരത്തിൽ പോയി പോവാറുണ്ട്. പിന്നെ ആദ്യത്തെ 3 അക്ഷരത്തിൽ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഓക്കെ, ഈ 4 അക്ഷരത്തിൽ പൊതുവെ നമ്മൾ പൊതിഞ്ഞ് കഴിക്കാറുമുണ്ട്. എന്താണ് ഈ മലയാള വാക്ക് ഏതാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. മലയാള വാക്ക് 4 അക്ഷരം. ആദ്യത്തെ 2 അക്ഷരത്തിൽ നമ്മൾ മിക്കവാറും എല്ലാ ആൾക്കാരും പോകാറുണ്ട്. ആദ്യത്തെ 3 അക്ഷരം നമ്മൾ പൊതുവെ വാങ്ങിക്കാറുണ്ട്. ഓക്കെ, ഈ 4 അക്ഷരം ചേർന്നാൽ അത് പൊതിഞ്ഞ് നമ്മൾ കഴിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മോനാൻ തോന്നുന്നു കേട്ടോ. അല്ല, ആ വാക്ക് എന്താണെന്നുള്ളതാണ്. ഈ വാക്കിൽ ഈ സംഭവങ്ങളൊക്കെ വരുന്നത് നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നുണ്ട്, കഴിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നുണ്ട്. എല്ലാം കൂടി കഴിഞ്ഞാൽ നമുക്കത് പൊതിഞ്ഞ് കഴിക്കാൻ പറ്റുന്നതാണ്. ഈവനിങ് സമയത്താണ് നമ്മൾ ഇത് കൂടുതൽ കഴിക്കുന്നത്. കപ്പലണ്ടി ഏതാണ്ട് അടുത്തടുത്ത് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടത് ആ 4 അക്ഷരമുള്ള മലയാള വാക്ക് എന്താണെന്നുള്ളതാണ് വേണ്ടത്. 4 അക്ഷരം. ആദ്യത്തെ 2 അക്ഷരത്തിൽ പോയി ആദ്യത്തെ 3 അക്ഷരം വാങ്ങിച്ച് ആ 4 അക്ഷരത്തിൽ പൊതിഞ്ഞ് നമ്മൾ കഴിക്കും. ശരി, അതിൻ്റെ അറിയാവോ? ഇല്ല. ശരി, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കടലാസാണ്. കട. ഓക്കെ, കടയിൽ പോകുന്നു, കടല വാങ്ങുന്നു, കടലാസിൽ പൊതിഞ്ഞ് കഴിക്കുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ശരി, മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്താണ്? നിങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഏതാണ്ട് ഇത് ആപ്റ്റായിട്ടുള്ളൊരു ഉത്തരം. നിങ്ങൾക്ക് മുന്നിലുണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ണ് നമുക്ക് ഗ്ലാസിന് മുന്നിൽ നിന്ന് കാണാൻ പറ്റും. കാണാൻ പറ്റും. നമുക്ക് മുന്നിലുണ്ട് പക്ഷെ നമുക്കിത് കാണാൻ പറ്റില്ല. പക്ഷെ ചില ആൾക്കാർ ഇത് നോക്കാൻ പോകാറുണ്ട്. ഭാവി. റൈറ്റ് ആൻസർ. ഭാവി. ഓക്കെ, 4ാമത്തെ ചോദ്യം. എനിക്കൊരു ഇംഗ്ലീഷ് അക്ഷരമാണ് വേണ്ടത് കേട്ടോ. നീ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാണ്. അതൊന്ന് ശരിക്കൊന്ന് സ്ലോ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ W. റൈറ്റ് ആൻസർ. W. ഇനി ഒരു പിടുത്തം കിട്ടിയിട്ടില്ലേ? ആലോചിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. തല്ലുകൂടാൻ വെല്ലുവിളിക്കും പക്ഷെ ആള് പുറത്തേക്ക് പൊതുവെ വരാറില്ല. എന്താണ്? തല്ലുകൂടാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കും, വടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കും, പക്ഷെ ആള് അകത്ത് തന്നെ ഒളിഞ്ഞുകൂടും. സിമ്പിളാണ്. തല്ലുകൂടാൻ വേണ്ടിയിട്ട് വെല്ലുവിളിക്കും പക്ഷേ ആൾക്കാർ വരുന്ന സമയത്ത് ആള് ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കും. ഇവനാണോ ശരിക്കും തല്ലുകൂടാൻ വെല്ലുവിളിക്കുന്നത്? ഓഹോ, വെല്ലുവിളിക്കുന്നത് ആദ്യകൂട്ടനാണോ വെല്ലുവിളിക്കുന്നത്? കാർത്തുവിനെ തല്ലുകൂടാൻ വേണ്ടി വെല്ലുവിളിക്കും പക്ഷെ ആരെങ്കിലും വരുമ്പം ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കും. ആമയല്ല. അതായത് വെല്ലുവിളിക്കുന്നത് എന്ന് പറയുന്നത് ചിലപ്പോൾ വാക്കുകൾ കൊണ്ടായിരിക്കും.